വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് പയ്യെ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇത് ടൈറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ ജേർണിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ 2 ദിവസം ഞാൻ ഈ ദിവസങ്ങളിൽ വേറെ വീഡിയോ ഇടണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ജേർണി പയ്യെ നമ്മൾ ഈ രണ്ട് വീഡിയോ എനിക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പയ്യെ നമുക്കത് തുടങ്ങാം കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് സപ്പോർട്ട് നിങ്ങൾ തന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പം എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ ജേർണിയെ കുറിച്ച് നമുക്കൊന്ന് തുടങ്ങിയാലോ. അപ്പം പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് കുറേ പേര് ഇപ്പോൾ കാണാറുണ്ട്. അവർ സബ്സ്ക്രൈബ് ചെയ്താലാണ് എൻ്റെ ലൈഫും എൻ്റെ ജേർണി എല്ലാം കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം നല്ലൊരു ടോപ്പിക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫ് സ്റ്റൈൽ ജേർണി, വിച്ച് ഈസ് നിങ്ങൾക്ക് ഉപകാരമുള്ളത് തന്നെയാണ്. അപ്പം അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ. പുതിയതായിട്ട് കാണുന്നവർക്ക് ഞാൻ ഇത് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത്. ഒന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ വെറുതെ ഇവിടെ UK വന്നപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഇതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ബോറടിയും കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു ഇത്. പക്ഷേ ആദ്യമൊക്കെ ഇത് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ഡെയിലി ആയിട്ട് വീഡിയോസൊക്കെ ഇടായിരുന്നു. പക്ഷെ അത് ആദ്യം ചെയ്തത് കുക്കിങ്ങാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇതേപോലെ കുക്കിങ് ചെയ്യണത്, ലൈഫിൽ ഓരോന്നൊക്കെ കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ കുക്കിങ്ങൊന്നും ഞാൻ അത്ര വലിയ എന്താ പറയുക എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും അല്ല. എന്നാലും ആ വീഡിയോസൊക്കെയാണ് ആദ്യം ഇട്ടത്. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് അറിയാം, എനിക്ക് ബ്യൂട്ടി വ്ളോഗ് അല്ലെങ്കിൽ മേക്കപ്പ്, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം അത് നിങ്ങൾ ഈ ജേർണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വർഷങ്ങളായിട്ട് ആ ഒരു ഇത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ മേക്കപ്പ് അങ്ങനെ അത് മാത്രം. എന്നാൽ എത്രയും പർച്ചേസ് ചെയ്യില്ലായിരുന്നു. ഞാൻ ജോലി കിട്ടിയ അന്ന് തുടങ്ങിയാണ്. നാട്ടിൽ ഞാൻ ഫാർമസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ജോലി കിട്ടിയ അന്ന് തുടങ്ങി സാലറി കിട്ടുമ്പോഴാണ് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ പ്ലമ്മിൻ്റെ അത് അങ്ങനെ കുറേയൊക്കെ ട്രൈ ചെയ്യാമായിരുന്നു അന്ന്. ഇപ്പം ട്രൈ ചെയ്യണ പോലെയല്ല, എന്നാലും ഒരുവിധം ഞാൻ ട്രൈ ചെയ്യാമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ കുറേ അന്നത്തെ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ, നമ്മുടെ മലയാളം വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കുത്തിയിരുന്ന് കാണാറുണ്ട്. പിന്നെ ഹിന്ദി വ്ളോഗേഴ്സ് അങ്ങനെയൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേപോലെ ട്രൈ ചെയ്യണം എന്ന്. പക്ഷേ എനിക്കൊരു അവസരം കിട്ടിയത് ഇവിടെ UK വന്നപ്പോഴാണ്. അപ്പോൾ UK വന്നപ്പോൾ ഞാൻ ഇതേപോലെ ഇതേപോലെ ഓരോന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അതും അത്യാവശ്യം നല്ല നല്ല പ്രൊഡക്ട്സാണ് നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് UK വന്നപ്പം ഇതേപോലെ കുറേ പ്രൊഡക്ട്സൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അത് വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കിതേപോലെ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ എനിക്കിഷ്ടമുള്ളത് കൊണ്ടും ഞാൻ അത്യാവശ്യം നല്ല മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടി പ്രോഡക്ട്സിന് വേണ്ടിയൊക്കെ. കാര്യം അതിനായിരുന്നു ഞാൻ സ്പെൻഡ് ചെയ്യണം, വേറെ ഒന്നിനും അല്ലായിരുന്നു. ഞാൻ കുറേ ബ്യൂട്ടി പ്രോഡക്ട്സ്, സ്കിൻ കെയറിനെക്കാട്ടും ബ്യൂട്ടി പ്രോഡക്ട്സ്, അതേപോലെ മേക്കപ്പ് പ്രോഡക്ട്സ് കുറേ വാങ്ങിക്കുമായിരുന്നു ഞാൻ സ്കിൻ കെയറിനെക്കാട്ടും. അപ്പോൾ അങ്ങനെ കുറേ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പം അങ്ങനെ ഓരോ വീഡിയോസും ഞാനിപ്പം ഇപ്പോൾ 2 ഇയേഴ്സായി എൻ്റെ ജേർണി. 2 ഇയേഴ്സിൽ കൂടുതലായിരുന്നു തോന്നുന്നല്ലേ. എനിക്ക് കറക്റ്റ് അതൊന്നും അറിയില്ല, എന്നാൽ 2 ഇയേഴ്സിൽ കൂടുതലായി. അപ്പം അത് ഞാനിങ്ങനെ ഓരോ ദിവസം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ഇടയ്ക്ക് വേറെ വീഡിയോസ് വിടും. കാര്യം നമ്മൾ യൂട്യൂബിലെ എൻ്റെ ഒരു ഇതിൽ നമ്മൾ ഒരു കണ്ടൻറ്റ് തന്നെ കണ്ടിന്യൂസ് ഇടുന്നതായിരിക്കും ഗ്രോത്തിന് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഗ്രോത്ത് കിട്ടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണം, അങ്ങനെ ഒന്നും മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഇടുമായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടൻറ്റ് ഇതേപോലെ മേക്കപ്പും ഇതൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് ആദ്യത്തെ ഇതേപോലെ കൊളാബിൻ്റെ ഇങ്ങനെ വന്നായിരുന്നു. അത് നാട്ടിൽ നിന്നായിരുന്നു വന്നത്. അപ്പോഴൊന്നും ഞാനത് എടുത്തില്ല. കാര്യം കൊളാബൊക്കെ ചെയ്യണത് അത് ശരിയാണോ, അങ്ങനെ ചെയ്യണോ, ആദ്യം അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ ഞാനിങ്ങനെ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അത് ചെയ്യാൻ നാലല്ലേ ഓപ്പർച്യൂണിറ്റീസ് വന്നേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആദ്യം നിങ്ങൾക്കറിയാം, ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് വരുമ്പോൾ നമുക്കത് ആഡ് പോലെ നമ്മൾ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അത് ഞാൻ മനസ്സിലാലോചിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചു. എടുക്കാൻ തുടങ്ങിയത് തന്നെ ആദ്യം ഞാൻ തുടങ്ങിയത് പപ്പടിൻ്റെ വീഡിയോ കേട്ടോ. അത് പപ്പടത്തിൻ്റെ വീഡിയോ ആയിരുന്നു. അത് ഫുഡ് ഐറ്റം ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, സ്കിൻ കെയർ പോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ പപ്പടിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പം കുറേ പേര് എന്നെ കളിയാക്കി ആദ്യത്തെ കൊളാബ്. പക്ഷേ ആദ്യത്തെ കൊളാബ് എനിക്ക് സ്കിൻ കെയർ ആണ്. പക്ഷേ പപ്പടിൻ്റെ വീഡിയോ ചെയ്താൽ എന്താ, അതൊരു ആഡല്ലേ, അതിനെന്താ പ്രശ്നം? എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് ഞാൻ ഇനിയും ചെയ്യും. അപ്പം ഇനിയും എനിക്ക് അവർ അഴിച്ചു തന്നിട്ടുണ്ട്, അത് ഞാൻ ഇനിയും ചെയ്യും. അപ്പോൾ എനിക്ക് കുറേ കളിയാക്കൽ കിട്ടിയായിരുന്നു.
അപ്പോൾ അങ്ങനെ കളിയാക്കുന്ന ആൾക്കാരോട് ഞാൻ പറയണേന് അത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ ആദ്യത്തെ കൊളാബ് വീഡിയോസ് സത്യം പറഞ്ഞാൽ. ബാക്കി ഞാൻ എടുത്തില്ലായിരുന്നു. ആദ്യത്തെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു എടുത്തത്. അപ്പം അതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജേണിയും. അവർ ഇനിയും എനിക്ക് പ്രൊവൈഡ് ചെയ്യണ ഓരോ പ്രൊഡക്റ്റ് ഞാൻ ഇനിയും ചെയ്യും. ആൻഡ് അത് ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യും. കളിയാക്കൽ കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ അത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടൂലായിരുന്നു. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കളിയാക്കലും നമ്മൾ പലതും ഈ ജേണിയിൽ കേൾക്കും തുടക്കത്തിലൊക്കെ. അപ്പോൾ നമ്മൾ ഞാൻ ഏതിലോ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. കാര്യം അവർ പറയട്ടെ, അവർക്ക് എന്ത് കിട്ടണം. നമുക്കിപ്പം ഇതിൽ നിന്ന് കിട്ടണം ഏർണിങ്സോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നും അവർക്ക് കിട്ടണില്ല. അവരിരുന്ന് റീല് കാണണേയില്ല, അവർക്ക് കളിയാക്കാൻ നമ്മൾ. അപ്പോൾ ആ കളിയാക്കലിൽ നമ്മൾ താഴെ പോകാതെ കളിയാക്കൽ കേട്ട് ചിരിച്ചതെടുത്തിട്ട് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ തന്നെ ഓരോന്ന് കാണിക്കാൻ ശ്രമിക്കാം. എന്ന് വെച്ചാൽ അവരെ കാണിക്കണം എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലെന്ത് തോന്നണം അത് ചെയ്യുക. അതാണ് ഞാൻ ചെയ്തത്. അവർ കളിയാക്കിയപ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കിയപ്പോൾ ഞാൻ അയ്യോ 10 എന്ന് പറഞ്ഞ് ഇരുന്നിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് നഷ്ടപ്പെട്ടാണ്. അപ്പോൾ ആൾക്കാരെന്തും പറയും, അത് നിങ്ങളെടുക്കാം, നല്ലത് എടുക്കാം. പക്ഷേ കംപ്ലീറ്റ്ലി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവരല്ലേ ഈ കണ്ടൻറ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നമുക്ക് ഇന്ന ഉയർച്ച ഉണ്ടാവും എന്ന് വിചാരിച്ച് ചെയ്യാൻ നിന്നാൽ ഒന്നും നടക്കില്ല. ഉയർച്ചയിലല്ല, നമ്മൾ എന്താണ് നിങ്ങൾ ചെയ്യണത് അത് എൻജോയ് ചെയ്ത് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം ചെയ്യുക. അതാണ് എനിക്ക് ഈ ഒരു ജേണിയിൽ, അല്ലെങ്കിൽ ഇനി ഇതേപോലെ ജേണി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നിട്ട് വേണ്ടെന്നിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അപ്പം ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സത്യം പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ആദ്യത്തെ കൊളാബ് വീഡിയോ. അപ്പം ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗായിരുന്നു. ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റും ഞാൻ ഇതിലിട്ടിട്ടില്ല. അപ്പം എൻ്റെ ജേണി എന്തൊക്കെ പറഞ്ഞാലും, എനിക്ക് ഇവിടെ അത്ര ഫോളോവേഴ്സ് ഇല്ലെങ്കിലും എൻ്റെ ജേണി ഇതിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. കാര്യം ഇതിൽ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് എന്നെ ഓരോ ബ്രാൻഡും എന്തായാലും കോൺടാക്ട് ചെയ്തേക്കണം. അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരിക്കലും ഞാൻ ഒരു കണ്ടൻറ്റും സ്കിൻ കെയറിനെ കുറിച്ചോ ഇതോ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് കോൺടാക്റ്റ് വന്നിട്ടാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടായി. പിന്നെ ഈ ഗ്രോത്ത് ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിലുണ്ടായ ഗ്രോത്തൊന്നും അല്ല, അങ്ങനെ ഉണ്ടാവാനും പോണില്ല. അത് ഞാനെന്ന് പറഞ്ഞാൽ അപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഓരോന്ന് ചെയ്യുമായിരുന്നു. അപ്പോഴൊന്നും വലിയ റീച്ചോ ഇതോ ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഏതിലാണ് റീച്ച്, ഇപ്പം സ്റ്റോറിയിലാണെങ്കിലും പോസ്റ്റിലാണെങ്കിലും ഏതിലാണ് റീച്ച് അത് കൂടുതൽ ഇടാൻ നോക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് വന്നത് റീൽസിലാണ്. അപ്പോൾ ഞാൻ ആ റീൽസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പം ആഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കൊളാബ് എടുക്കുന്നതിൻ്റെ ഏറ്റവും ഉപകാരം ചില അത്യാവശ്യം നല്ല ബ്രാൻഡൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഗ്രോത്ത്, ആ ഒരു ഗ്രോത്തിലാണ് ഞാനിപ്പം. എനിക്ക് ഇന്നലെ വിച്ച് ഈസ് August 1 എനിക്ക് ഓർമ്മയുണ്ട്, 2 years ബാക്ക് അത് ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. 2 years ബാക്ക് ഞാൻ ആദ്യത്തെ അൺബോക്സിങ് അല്ലെങ്കിൽ ആദ്യത്തെ ലക്ഷറി പ്രോഡക്റ്റ് ഏതാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഷാർലറ്റ് ടിൽബറി ആയിരുന്നു എൻ്റെ ആദ്യത്തെന്ന് വെച്ചാൽ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ലക്ഷറി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല ബ്രാൻഡ് അത്യാവശ്യം നമ്മൾ വാങ്ങിക്കാൻ തുടങ്ങിയത് UK എത്തിയപ്പോഴാണ്. അതിനു മുമ്പൊന്നും എനിക്ക് അറിയാൻ പോലും ഇല്ലായിരുന്നു വലിയ ബ്രാൻഡ് നാട്ടിലുള്ളപ്പോൾ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഓരോന്ന് വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പം ആദ്യത്തെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഏറ്റവും ഹൈ എൻഡ് ബ്രാൻഡിൽ ഞാൻ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും പൈസ കൂടിയത് വാങ്ങിച്ചത് ഷാർലറ്റ് ടിൽബറി ആയിരുന്നു. ഇപ്പം അവരുടെ ഒരു കണ്ടൻറ് ക്രിയേറ്ററും കൂടി ആയി ഞാൻ. അപ്പോൾ അവരുടെ കോഡും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഓരോ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 50% ഓഫർ കിട്ടും. പിന്നെ അതേപോലെ യെസ് സ്റ്റൈൽ, അങ്ങനെ കുറേ കൊറിയൻ ബ്രാൻഡ് നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം നാട്ടിലും ഉണ്ട്. നാട്ടിലും നിങ്ങൾ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ കോഡ് അടിച്ച് നിർത്താൻ നിങ്ങൾക്ക് ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതും നല്ല ജെന്യൂൻ പ്രോഡക്റ്റ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് കിട്ടണമെന്ന് പറയുന്നത്, ജെന്യൂൻ പ്രോഡക്റ്റ് ഫ്രം കൊറിയ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കോഡും കാര്യങ്ങളും ഒക്കെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ തന്നെ ഇട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്കൗട്ട് ചെയ്യാം. ഇതൊക്കെ ഡീറ്റെയിൽസ് എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണവർക്കാണെങ്കിൽ അങ്ങനത്തെ ഉപകാരം ഉണ്ടാവും. നിങ്ങളത് നോക്കാം. അപ്പോൾ അതൊക്കെ പെട്ടെ. അപ്പോൾ അപ്പം അങ്ങനെയാണ് ജേണി വന്നത്. ഞാൻ ആദ്യം വൈറലായിക്കൊണ്ടിരുന്ന വെച്ചത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആദ്യം ഞാനിതൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, നമ്മളത് എടുത്തിട്ട് അത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഞാൻ കളയണമൊന്നുമില്ല. ആ സാധനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേണ്. അത് എടുത്തതൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആട്ടോ. അതെനിക്കൊരു ഭാഗ്യമുണ്ട്. അത് ഞാൻ ഉറപ്പായിട്ട് അത് ഞാൻ കളഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ തീർന്ന ഇതുപോലും കളയാതെ ഇവിടെ വെച്ചേക്കണേ. സ്ഥലമില്ല
സമയവും ഇല്ല, എന്നിട്ട് പോലും കളയാതെ വെച്ചേക്കണം. എൻ്റെ യൂട്യൂബ് മെമ്പേഴ്സിന് വേണ്ടി അതിൻ്റെ റിവ്യൂ ഇരുന്ന് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ ഞാൻ ചെയ്യും. പ്രൊഡക്റ്റിൻ്റെ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ പയ്യെ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെയാണ് എൻ്റെ ജേണിയിൽ. ഇതേപോലെ നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ചെയ്ത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ വൈറൽ ടോപ്പിക് എടുത്ത് ചെയ്തിട്ടാണ് ഇൻസ്റ്റഗ്രാം ഗ്രോത്ത് ഉണ്ടായത്. യൂട്യൂബിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഞാൻ ഒരു ഇതിലായിരുന്നു, പല ഇപ്പം ലൈഫ് സ്റ്റൈൽ പക്ഷേ എൻ്റെ കാര്യങ്ങളിടും, ഇടയ്ക്ക് മാത്രം ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഇടും. അപ്പം പല ആൾക്കാരാണ് എൻ്റെ ഇതിലുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അങ്ങനെ ചെയ്താൽ. അങ്ങനത്തെ മണ്ടത്തരം ചെയ്യാതിരിക്കുക. പക്ഷേ എനിക്കിത് മണ്ടത്തരമായിട്ട് തോന്നുന്നില്ല. ഞാൻ വലിയ ഗ്രോത്ത് ഒന്നും പ്രതീക്ഷകൾ വെച്ചല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പ്രതീക്ഷകൾ വെക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാതെ ബാക്കിയുള്ള വ്ളോഗേഴ്സിനെ കണ്ടിട്ട് ഓക്കെ അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയായിട്ടാണ് എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യുക അത് ചെയ്യുക എന്നല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് എൻജോയ് ചെയ്യണത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് Q&Aയിൽ വന്നത് ഇതേപോലെ എങ്ങനെയാണ് കിട്ടിയത് കാര്യങ്ങൾ, അത് ഞാൻ ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ലെങ്തി ആയപ്പോൾ അത് അടുത്ത ഇതിൽ ചെയ്യാം. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് തന്നെ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. പിന്നെ ഉള്ളത് എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കണത് അതും മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യാം കേട്ടോ. അതെനിക്ക് പേഴ്സണലി ഇതിൽ ഞാൻ പറയണേനും അങ്ങനത്തെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയണേ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് അത് സക്സസ്ഫുള്ളി ചെയ്യണുണ്ട്. അത് എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളും ആ ചലഞ്ചിൽ എൻ്റെ ഒപ്പം നിൽക്കുക. നിങ്ങൾക്കും അതേപോലെ ഓരോന്ന് തുടങ്ങുക. അതൊക്കെ നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ്, പക്ഷേ ഈ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ഇതേപോലെ എനിക്ക് ഇരുന്ന് സന്തോഷത്തോടെ എടുക്കാൻ, സന്തോഷം എന്ന് വെച്ചാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് ഇട്ടത് കേട്ടോ. പിന്നെ എന്താ എൻ്റെ ജേണിയിൽ പറയേണ്ടത്? അതെ, അപ്പോൾ പിന്നെ ജേണിയിൽ പറയേണ്ടത്, പിന്നെ പറയാനുള്ളത്, ഞാനപ്പോൾ ഈ വർക്കെല്ലാം കഴിഞ്ഞ്, വർക്കെന്ന് വെച്ചാൽ ഫുൾ ടൈമാണ് എനിക്ക്. അപ്പോൾ 40 hours വർക്ക് ചെയ്യണം. അപ്പോൾ ആ വർക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് ബസ്സിലാണ് ഞാൻ വന്നത്. അപ്പോൾ ബസ്സിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും മണിക്കൂർ ബസ്സിൽ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളും ഉണ്ടാവും, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് കുറച്ച് കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോസ്, അപ്പം എൻ്റെ ഉറക്കം അല്ലെങ്കിൽ എൻ്റെ ഇത്രയും ടൈം ഇല്ലാത്ത ടൈമും കണ്ടെത്തിയാണ് ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നത്. അതിൻ്റെ റിസൾട്ട് അതാണ് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് നമ്മൾ കാണും. ഞാൻ ഈ ഒരു കണ്ടൻറ് ക്രിയേഷൻ ജേണിയിൽ അങ്ങനെ സക്സസ് ആവണമെന്നോ അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അത് ഒരാൾക്ക് വേണ്ടി ഞാൻ ചെയ്തത്, ഒരാളെന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ, ഒരാളും ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇഷ്ടമാണ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ആ ഒരാൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ ഓക്കെ അങ്ങനെ അത്രയും ആത്മാർത്ഥത കൊണ്ടായിരുന്നു എനിക്ക് യൂട്യൂബ് ഇതേപോലെ ഇതാക്കാൻ പറ്റാനുള്ള കാര്യം. എനിക്ക് എല്ലാം കൂടി ചെയ്യണമുണ്ട്. ഞാൻ ഫുൾ ടൈം വർക്കും ചെയ്യണുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്നാലും ഞാൻ യൂട്യൂബിലും ഇപ്പോൾ അത്യാവശ്യം റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. കാര്യം നിങ്ങളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളാണ് എന്നെ സത്യം പറഞ്ഞാൽ ഇതിൽ വീഡിയോ ഇട്ടിട്ട് ഇതിലെ വീഡിയോസ് കണ്ടിട്ടാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തേക്കണം. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരിക്കലും ബ്യൂട്ടി വ്ളോഗ്സും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. അപ്പം എനിക്കെല്ലാം ഞാനിപ്പോൾ കറൻറ്റ്ലി വേറെ നാട്ടിലത്തെ പ്രോഡക്ട്സും കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ എടുക്കാൻ പറ്റണതൊക്കെ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അവർക്ക്. പക്ഷേ ചിലത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അവരുടെ പ്രോഡക്റ്റ് ഇവിടെ കിട്ടുക അതൊക്കെ പറ്റാറില്ല. എനിക്ക് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അവസ്ഥ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ പറ്റാറില്ല. അങ്ങനെ അതുകൊണ്ടാണ്. പിന്നെ എന്താവും എൻ്റെ ജേണി അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടല്ല പറഞ്ഞത്. അതുകൊണ്ട് ഭയങ്കര ഇതിൽ ഇരുന്ന് ആദ്യം തൊട്ടേ കഥ ഞാൻ പറഞ്ഞില്ല. ആദ്യം തൊട്ടേയുള്ള കഥ ഞാനൊന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഈ യൂട്യൂബ് തുടങ്ങിയത്. ഇപ്പം പയ്യെ ഓരോ ദിവസം ഞാൻ വീഡിയോ ഇടായിരുന്നു, ഷോർട്സ് വീഡിയോ, ലോങ് വീഡിയോ ഇടാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ലോങ് വീഡിയോ പിന്നെയും റെഗുലറായിട്ട് ഇടണത്. പണ്ടൊന്നും ഞാൻ ഇടാറേ ഉണ്ടായിരുന്നില്ല, ഷോർട്സ് ആയിരുന്നു ഇടണത്. ഓരോന്ന് ഇടുമായിരുന്നു. പ്രത്യേകിച്ച് എൻജോയ് ചെയ്തത് ഇതേപോലെ ബ്യൂട്ടി പ്രോഡക്റ്റും സ്കിൻ കെയറും ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടു. ഇപ്പോൾ ഈ ഒരു ഇതിൽ എത്തിയത് നിങ്ങൾ കാരണം. ഈ ഒരു ഇതിൽ എന്ന് വെച്ചാൽ ഭയങ്കര വലുതായി ഭയങ്കര സക്സസ്ഫുൾ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഈ ഒരു ചെറിയത് പോലും എനിക്ക് നിങ്ങൾ കാരണമാണ്. അതിന് നിങ്ങളും, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവം കാരണവും അതല്ലാതെ നിങ്ങളും കാരണമാണ്. പിന്നെ എൻ്റെ കഷ്ടപ്പാട് ഓഫ് കോഴ്സ് ഉണ്ട്. കാര്യം ഞാൻ വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് ചെയ്യുമ്പം ആദ്യമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടും അയ്യോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കിളി പോയ പോലെ ആയിരിക്കും നമ്മൾ. കാര്യം വർക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അപ്പം തന്നെ ആയിരിക്കും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത്.
അപ്പം അതൊക്കെ ഞാൻ അന്ന് കഷ്ടപ്പെട്ടതിൻ്റെയും കൂടി റിസൾട്ടുകളാണ് ഇന്ന് എനിക്ക് വന്നത്. പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്ന് ഞാനത് അപ്ലോഡ് ചെയ്തപ്പം, അതിൻ്റെ സ്റ്റോറിയിലിട്ടപ്പം അങ്ങനെ ആ ഒരു ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ചിലവരൊന്നും അതിന് റിപ്ലൈ ഒന്നും തന്നില്ല കേട്ടോ. അതെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരുടെയും റിപ്ലൈ പ്രതീക്ഷിച്ചോ ആരുടെ ഇത് പ്രതീക്ഷിച്ചിട്ടല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു ജേണി ഇൻസ്പയർ അല്ലെങ്കിൽ അതിന് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ സ്റ്റോറിയും, അല്ലെങ്കിൽ ഇൻസ്പയർ ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഇൻസ്പയർ ആവണ ഒരാളും അല്ല. ഞാൻ പറഞ്ഞത് ആ ചെറിയൊരു കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങിയിട്ടും ഈ ഒരു ഇതിൽ നിൽക്കുന്നത് ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അല്ലാതെ നമ്മൾ ഓരോ കഷ്ടപ്പാടും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ നമ്മൾ റെഗുലർ അല്ലാതെ വെറുതെ തോന്നിയതുപോലെ അതിൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കിയപ്പോൾ ഞാൻ ഓക്കെ ഇത് വിട്ടിട്ട് പോവാം എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു ജേണി ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു ഇതെനിക്ക് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഐ എം സോ ഹാപ്പി. മുന്നോട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഓരോന്ന് കിട്ടിയതിലും ഞാൻ വളരെ സന്തോഷമാണ്. അതിൽ നിങ്ങൾക്ക് താങ്ക്സ് പറയാതെ എനിക്കിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ആദ്യം എന്തും ഞാൻ ഷെയർ ചെയ്യണത് ഇൻസ്റ്റാഗ്രാമിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റോറി ഇടണതുകൊണ്ടാണേലും ഞാൻ ഇതേപോലെ സംസാരിച്ച് വീഡിയോ ഇടണത് നിങ്ങളോടാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതുമാണ്. അപ്പോൾ നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇത്രയും ഇതിൽ ഇതാക്കിയത്. അതിന് ഒരുപാട് താങ്ക് യു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കോണ്ടൻറ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു താങ്ക് യു പറയാനും ഈ ഒരു ജേണി പറയാനും വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ 2 ടോപ്പിക്കും ഞാൻ നാളെ മറ്റന്നാളായിട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു.